ഉണ്ടല്ലേ. എന്നാ മീനാണത്? കരിമീനോ? നിങ്ങൾ തന്നെ പൊക്കിയില്ല വല? മഴക്കാലമായി മീൻപിടുത്തം സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് ആ നിൽക്കുന്ന പയ്യന്മാർക്ക് ഇഷ്ടം പോലെ മീൻ കിട്ടി. മഴക്കാലം ആയതുകൊണ്ട് വേണ്ട വലയിട്ട് നടക്കുന്നുണ്ട് ആൾക്കാർ. വെള്ളം കയറി ഗൈസ്, വെള്ളം കയറി. വെള്ളം ഒപ്പം നിരപ്പായി, 6-ന് ഒപ്പം നിരപ്പായി. ഏതാണ്ട് ഇവിടെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളമൊക്കെ എല്ലാം കെട്ടി. നമ്മുടെ ഒരു ചെറിയ വെള്ളമുണ്ട്, നമുക്ക് ഇറക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ നല്ല ഒരു 2 അടി താഴത്തൊരു ഡിഫറൻ്റ് ആയിരുന്നു. ഇപ്പം ഇങ്ങനെയാണ് വെള്ളം കയറി നിൽക്കുന്നത്. അപ്പം മഴക്കാലം വന്നു കഴിഞ്ഞാൽ അടിപൊളി വൈബ. ഇവിടെ എല്ലാം എല്ലായിടത്തും വെള്ളം കയറി കിടക്കുക, ഫുള്ള് വെള്ളം. അവിടെ എല്ലാം ഈ വീടിൻ്റെ അവിടെ ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുകയാണ് ഗൈസ്. ഈ റോഡിൽ ഇപ്പം ഏകദേശം ഒരു നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കയറും വെള്ളം. മീനുണ്ട് ഇതിനകത്ത് ഇഷ്ടം പോലെ. എന്നാലും പണിയുണ്ടോടാ ഇതിനകത്തെല്ലാം മീനുണ്ട്. പിന്നെ ഞാൻ എന്താണോ വണ്ടി കിടക്കുവാണേ. ആണല്ലേ. ഇവിടെ എല്ലാം ഒരുപാട് മീൻ വരുന്ന സ്ഥലമാണ്. ഇവിടെ എല്ലാം വെള്ളം കയറി ആദ്യം അട്ട പിടിക്കും. അട്ട ഉണ്ട്, പിന്നെ അട്ട ഉണ്ട്. അട്ട കുറച്ച് നിന്ന് അട്ട കയറി പിടിക്കും, തല കയറി പിടിക്കും. എന്നാ നാട്ടിൽ പോകുന്നില്ല? അണ്ണാ പോകുന്നില്ലേ? എപ്പോഴാ പോകുന്നത്? മീൻപിടുത്തം കഴിഞ്ഞതാ ബാബുച്ച? മൊത്തം കഴിഞ്ഞല്ലേ?
ഗൈസ് അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളെ വണ്ടി വെള്ളപ്പൊക്കത്തിൻ്റെ നമ്മളെ വണ്ടിയൊക്കെ എടുത്ത് മാറ്റണം എന്ന് തോന്നുന്നു. സൂപ്പർ മഴയാണ് ഗൈസ് പെയ്യുന്നത്. മഴയത്താണ് ഇത്. ഫസ്റ്റ് ക്ലിപ്പിലുണ്ട് ഈ ഒരു സ്ഥലം. അവിടെ ഇപ്പം വെള്ളം കയറി കിടക്കും. ആ വെള്ളത്തിനകത്ത് മീൻ നോക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അവിടെ വെള്ളം പൊളിക്ക്. അലുമിനിയം ആണത്. വെള്ളം കയറിയപ്പോ പണിയൊന്നുമില്ല അല്ലേ? അപ്പൊ ആക്രി എടുത്ത് ജീവിക്കാൻ വിചാരിച്ചല്ലാണ്. അതാണ് വണ്ടി. ഞാനത് ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുന്നു. ഉമ്മാര് പറഞ്ഞു വണ്ടി വരത്തില്ലെന്നൊക്കെ പറഞ്ഞു. ഞാനോട് വണ്ടി വരത്തില്ലെന്ന്. ഇന്നത്തെ ആക്രിയാണിത്. ഇതേ കിട്ടിയുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി എവിടെയെങ്കിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അലുമിനിയം ആണോ ചേ? അപ്പം നമ്മള് വെള്ളത്തിലാണ്. വെള്ളം ഇവിടെ കയറും. ഇന്ന് ഒരു നല്ല മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടോ? വെള്ളം കയറി കഴിഞ്ഞാൽ ഫുള്ള് അവിടെ കയറി കഴിഞ്ഞാൽ വണ്ടിയൊക്കെ എന്നെ കാറിനൊന്നും പോകത്തില്ല. ഇവിടെ അധികം നേരം നിന്ന് കഴിഞ്ഞാൽ കാല് ഒരു അട്ട ഒന്ന് പിടിക്കും. അട്ട പിടിച്ചു കഴിഞ്ഞാൽ ചോര കുടിക്കും. ഒരു അട്ട ഇഷ്ടം പോലെ വെള്ളം അഴുക്കാം. അപ്പം നമ്മുടെ വണ്ടി വലിയ വണ്ടി മാത്രമേ ഉള്ളൂ, കാറ് പോകത്തില്ല. റോഡുകളിലോട്ട് പോണ വഴിയാണത്. അപ്പം നമ്മുടെ വലിയ വണ്ടിയിലാണ് വന്നേക്കുന്നത്. ആ ഭാഗത്ത് വെള്ളം കൂടുതലാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല വെള്ളം വരും. അപ്പം നമ്മൾ വലിയ വണ്ടി വന്ന് ഇവിടെ നിൽക്കുകയാണ്. ഇന്നും വെള്ളം കൂടുവാണ്. ഇവിടെ എല്ലാം നാളെ മീൻ കയറും. ഈ കണ്ടത്തില്ല നമ്മൾ നേരത്തെ വലയിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്ത്. അപ്പോൾ നമ്മുടെ വണ്ടിയോടുള്ള സ്നേഹം, വണ്ടി കഴിയത്തരുത്, ആത്മാർത്ഥമായ സ്നേഹം, ഇതാണ് സ്നേഹം. ഈ വണ്ടി മാത്രമേ ഉള്ളൂ ഇതുവഴി പോകുള്ളൂ കേട്ടോ. ഇവിടെ നമ്മൾ പണ്ട് ഷൂട്ട് ചെയ്ത ഒരു പ്രേത വീഡിയോ ഷൂട്ട് ചെയ്ത ഒരു ബംഗ്ലാവാണ്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ പഴയ ഒരു ബിൽഡിങ്ങാണ്. ഇപ്പോൾ ആരും ഉപയോഗിക്കാറില്ല. അവിടെ എല്ലാം വേസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അവിടെ എല്ലാം വെള്ളം കയറി ഇപ്പം പുൽക്കട്ടെല്ലാം മേലോട്ട് പൊങ്ങി നിൽക്കുക. ഇതിനകത്ത് കയറിയ മീൻ കയറി വെട്ടിപ്പിടിക്കാൻ പറ്റും. ഇതിനകത്ത് കയറുക ഇവിടെ നിനക്കാണ് മീൻ കയറി വെട്ടിപ്പിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സമയമില്ല. അങ്ങനെ വെള്ളം ഭയങ്കര മഴയാണ്. ഇന്ന് ദിവസം കൂടെ ഇവിടെ മൊത്തം വെള്ളം കയറാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ടോ റെക്കോർഡ് ചെയ്തോ? ഇതെല്ലാം കാണിക്കും. ഇവിടെ നമ്മുടെ കോഴിയോളം ബോട്ടിങ്ങിൻ്റെ മഴ കാരണം ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം യാത്ര ദൂരമായിരിക്കും. വഴി കാണിച്ചു കൊടുക്കും. അങ്ങോട്ടൊക്കെ ഇപ്പം തന്നെ നിലവിൽ കറണ്ടില്ല. എല്ലാ വർഷവും ഇവിടെ വഴിയൊന്നും ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ട് വഴിയുള്ളതാണ്. ചെറിയൊരു വഴിയാണുള്ളത്. അവിടെയും കൂടെ വെള്ളം കയറി കഴിഞ്ഞാൽ നടപ്പൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് കടകളിലൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിക്കാൻ ഭയങ്കര പാടായിരിക്കും ഗൈസ്. രണ്ടുപേര് കുളിക്കടവില്ലാതെ രണ്ടുപേരോടെ കുളിക്കുന്നുണ്ട് ഗൈസ്. പാളം വന്നു കഴിഞ്ഞാൽ വെള്ളം സൂപ്പറാണ്. വെള്ളം കയറുന്നുണ്ടോ? വെള്ളം പൊട്ടിയിട്ടുണ്ടേ, പക്ഷേ അടി പൊട്ടിയിട്ടുണ്ടല്ലേ? ഓയിലേക്ക് വന്നത്